ഈ സിനിമയുടെ പേര് പോലെ തന്നെ മൂവിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ഫുൾ ഇടിയാണ്, ഒരു ഇടിപ്പടമാണ്. അതാണ് മെയിൻലി സിനിമ ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ സ്റ്റോറിയോ അല്ലെങ്കിൽ കണ്ടന്റോ ഭയങ്കര വലിയ ട്വിസ്റ്റും കാര്യങ്ങളും. സോ അങ്ങനത്തെ ഒരു എലമെന്റേ ഇല്ല. നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു കൊമേഴ്ഷ്യൽ മൂവിയാണ്. പക്ഷെ എന്നാലും നമുക്ക് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ സ്റ്റോറിയും കണ്ടന്റ് ഒക്കെ സ്ഥിരം ഒരു ക്ലീഷേ ടെംപ്ലേറ്റ് ആകാനുള്ള ചാൻസ് അധികമായിരുന്നു. സോ അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും. നമ്മളൊരു പക്ക മാസ് മസാല തമിഴ് മൂവി അല്ലെങ്കിൽ ഒരു തെലുങ്ക് മൂവി, ഒരു ഫുൾ ഇടിപ്പടം, മറ്റേ സ്റ്റോറി ലൈൻ ഒന്നുമില്ല, ചുമ്മാ അങ്ങോട്ട് കൊണ്ട് കുറെ ഇടി, അങ്ങനത്തെ ഒരു സിനിമ കാണത്തില്ലേ, ആ ഒരു ഫീലാണ് ഈ സിനിമ കാണുമ്പോൾ എനിക്ക് കിട്ടിയത്. അതിലോട്ട് മമ്മൂക്ക പിന്നീട് കുറച്ച് ക്യാരക്ടേഴ്സ്, അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, പിന്നെ അതിന്റെ ഇടയ്ക്കുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. സോ ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. സോ മൂവി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, നൈസാണ്, ഒരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ തന്നെയായിരുന്നു മൂവി. സ്റ്റാർട്ടിങ് ആ ഒരു ഫൈറ്റ് സീക്വൻസ് തൊട്ട് ലാസ്റ്റ് വരുന്ന ഒരു 30 മിനിറ്റ്സ് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ക്ലൈമാക്സിൽ, അതും വരെ അടിപൊളിയായിരുന്നു. പക്ഷേ ആ ഒരു ട്രെയിലർ നമുക്ക് കണ്ടപ്പോൾ കിട്ടിയ ഒരു പഞ്ചുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ കിട്ടിയ ഒരു വൈബും ആ ഒരു ആവേശമൊക്കെ നമുക്ക് എൻ്റെയർ മൂവിയിൽ കുറഞ്ഞതുപോലെ ഒരു ഫീൽ. കാരണം ആ ഒരു ട്രെയിലർ തന്നതിന്റെ ഒരു 50% മാത്രമേ മൂവിക്ക് തരാൻ സാധിച്ചിട്ടുള്ളൂ. ഒരുപാട് ഫൈറ്റ് സീക്വൻസ് ഉണ്ട് മൂവിയിൽ, പക്ഷെ എടുത്തു പറയാൻ പറ്റിയ കൊള്ളാന്നുള്ളത് പറയുന്ന ആ ഒരു ഇൻട്രോ ഫൈറ്റ് മമ്മൂക്കട, പിന്നെ ക്ലൈമാക്സ് വരുന്ന ഒരു ത്രൂ ഔട്ട് ഒരു 30-35 മിനിറ്റ്സ് ഉള്ള ഒരു സീക്വൻസ് ആണ്. സോ ആ ഒരു സ്റ്റാർട്ടിംഗ് തൊട്ട് ആ എൻഡ് വരെയുള്ള ഒരു ജേണിയുടെ ഇടയ്ക്ക് ഒരുപാട് ഫൈറ്റ് സീക്വൻസ്, ഒരുപാട് എലമെന്റ്സ് ഒക്കെ വന്നു പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര വലിയൊരു പഞ്ച് തന്നതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു നോർമൽ ആയിട്ടായിരുന്നു എനിക്ക് ആ ഒരു സീക്വൻസ് പോയത്. ചില സീക്വൻസ് ഒന്നും എനിക്ക് അത്രയ്ക്ക് വർക്കും ആയില്ല, കാരണം ഭയങ്കര ബോറായിട്ട് നമ്മൾ കണ്ടുമടുത്ത ഒരുപാട് ക്ലീഷ് ആയിട്ടുള്ള ടെംപ്ലേറ്റും ക്ലീഷ് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ ഓവറോൾ മൂവി നോക്കുമ്പോൾ മൂവി നൈസാണ്, അടിപൊളി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ്. പക്ഷെ ഇത് പറയാനായിട്ട് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട ഈ സിനിമയിൽ വന്നു പോകുന്ന ഈ ഫസ്റ്റും ലാസ്റ്റും ഉള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ആണ്. പക്ഷെ ഇടയ്ക്ക് വന്ന പോലെ ഒന്നും ഒരു റീസൺ പോലും ഇല്ല, അല്ലെങ്കിൽ ചുമ്മാ കുത്തിക്കയറ്റി വെച്ചതൊക്കെ നമുക്ക് ഇവിടെ ഒരു ഫൈറ്റ് സീക്വൻസ് വേണം, ഇവിടെ ഒരു ഫൈറ്റ് സീക്വൻസ് വേണം, ഇന്ന ഒരു സീൻ ഇവിടെ ഫില്ല് ചെയ്യണം. സോ അങ്ങനത്തെ രീതിയിൽ മേക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇതിന്റെ സ്ക്രീൻ പ്ലേ നമുക്കറിയാം സ്ഥിരം ടെംപ്ലേറ്റ് സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ക്ലീഷ് ആയിട്ടുള്ള എലമെന്റും ടെംപ്ലേറ്റ് ഒക്കെയാണ്. പക്ഷെ എന്നാലും ആ ഒരു സ്ക്രീൻ പ്ലേ കുറച്ചും കൂടി പ്രോപ്പർ ആയിരുന്നെങ്കിൽ ഒരു അടിപൊളി ആയിരുന്നേ. അത് ചുമ്മാ ഇങ്ങനെ ഒരു റഫ് സ്കെച്ച് പോലെ എഴുതത്തില്ല, അതുപോലെ ആയിരുന്നു ഈ ഒരു മൂവിയുടെ ഇടയ്ക്കുള്ള ജേണിയിൽ വന്നു പോകുന്ന സീക്വൻസും എലമെന്റ്സ് ഒക്കെ. എന്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ സിനിമ കണ്ടവർക്ക് നിങ്ങൾക്ക് വേറൊരു ഫീൽ ആയിരിക്കാം. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, സിനിമ മോശമൊന്നുമല്ല ഞാൻ പറയുന്നത്, ഒരു ഫൈറ്റ് സീക്വൻസ് എല്ലാം കൊള്ളാം. പക്ഷെ ചിലതൊന്നും നമുക്ക് അത്ര വലിയൊരു വൈബും ആ ഒരു ഫീലും ആ ഒരു പഞ്ച് അങ്ങ് കിട്ടുന്നില്ല. നമ്മളിങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. അതിൽ ഒരുപാട് കോമഡി സീക്വൻസ് ഒക്കെ വരുന്നുണ്ട്, ഒന്ന് രണ്ടെണ്ണം ഓക്കെ ഫൈൻ നൈസ് ആണ്, കൊള്ളാം. പക്ഷെ ബാക്കിയെല്ലാം നമ്മളിങ്ങനെ കേട്ട് മടുത്ത, അല്ലെങ്കിൽ നമുക്കിങ്ങനെ വർക്കാവാത്ത കുറെ ഒരുപാട് കോമഡി സീക്വൻസ് ഉണ്ട്. ഈ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള ഒറ്റ കാര്യം മമ്മൂക്കയാണ്. കാരണം മമ്മൂക്കയുടെ ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷനും അറ്റ് ദിസ് ഏജ്, കാരണം ഇത്രയും വയസ്സായി, ഈ ഒരു പ്രായത്തിൽ മൂപ്പര് ചെയ്യുന്ന സ്റ്റണ്ടും ആ ഒരു ക്യാരക്ടറും എല്ലാം വേറെ ലെവലാണ്. കാരണം ആ ഒരു എൻ്റെ മൂവിനെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന മമ്മൂക്കയാണ്. കാരണം മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ പ്രസന്റേഷനും ആ ഒരു സ്ക്രീൻ സ്പേസും എല്ലാം വേറെ ലെവലായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു മൂവിയിൽ രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മമ്മൂക്ക ആൻഡ് ബിന്ദു പണിക്കറായിരുന്നു. കാരണം അവരുടെ രണ്ടുപേരുടെ കോമ്പിനേഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ബിന്ദു പണിക്കർ കിഡിലായിരുന്നു, ഒരു കിഡിലൻ ക്യാരക്ടർ പ്രസന്റേഷൻ ആയിരുന്നു. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു മൂവിയുടെ മ്യൂസിക് ആണ്. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സ്കോർ ചെയ്തിരിക്കുന്നത്. കാരണം ആ ഫൈറ്റ് സീക്വൻസ് ആയാലും അല്ലെങ്കിൽ നോർമൽ സീക്വൻസ് ആയാലും എല്ലാം അടിപൊളിയായിട്ടാണ് ആ ഒരു മ്യൂസിക് വർക്ക് ആയിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഒരു ഫൈറ്റ് സീക്വൻസിലൊക്കെ വരുമ്പോൾ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇങ്ങനെ ഹൈ പിച്ചിൽ വേറെ ലെവൽ ഓഫ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയ എൻ്റെ മൂവിയിൽ വേറൊരു വൈബും അല്ലെങ്കിൽ വേറൊരു പഞ്ച് തരുന്ന എലമെന്റ്സ് ഒക്കെ വളരെ കുറവായിരുന്നു. ആൻഡ് വർക്കാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ എടുത്തു പറയുകയാണെങ്കിൽ സുനിലിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. എന്തിനാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഇപ്പം അതിന് സുനിൽ തന്നെ വേണ്ടായിരുന്നു, വേറെ ആരും കൊണ്ടുവന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ സുനിലിനെ പോലെ ഒരാളെ കൊണ്ടുവന്നിട്ട് ഒന്നാമത്തെ കാര്യം വെറുപ്പിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ കാര്യം ഭയങ്കര ഒരു കോമഡി രീതിയിലാണ് ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുപോയിരിക്കുന്നത്. ആൻഡ് രാജ്ബി ഷെട്ടി ഈ ഒരു മൂവിയിൽ ആ ഒരു വില്ലൻ ചെയ്യാൻ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഇതേ സ്ഥിരം ടെംപ്ലേറ്റ്, ഇതേ സ്ഥിരം ക്ലീഷയൊക്കെ സ്റ്റോറിയൊക്കെ ചെയ്യുന്ന ഒരുപാട് വില്ലന്മാരൊക്കെ ഉണ്ട്. പക്ഷെ രാജ്ബി ഷെട്ടി എന്ന ഒരു ആക്ടറിനെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം പുള്ളിക്കാരനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറൊന്നും അല്ല. പുള്ളിക്കാരന്റെ റേഞ്ച് അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ലെവൽ എന്താണെന്നൊക്കെ നമ്മൾ മറ്റുള്ള മൂവീസിലും അല്ലെങ്കിൽ ഷെട്ടിക്ക് അങ്ങനെ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വലിയ മിസ്കാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എൻ്റെ മൂവിയിൽ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഭീഷ്മപർവ്വത്തിൽ ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടല്ലോ, ആ ഒരു ഫൈറ്റ് സീക്വൻസ് എന്ന ഒരു പഞ്ചും ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസും ഒരു വൈബും ഈ ഒരു എൻ്റയർ മൂവിയിൽ തരാൻ സാധിച്ചിട്ടില്ല. സോ ഓവറോൾ മൂവി എനിക്കെന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഓക്കെ എന്നൊരു ഫീലാണ്, അല്ലാതെ ഭയങ്കര കിടിലൻ പടം, മസ്റ്റ് വാച്ച് പടം അല്ലെങ്കിൽ വേറെ ലെവൽ ഓഫ് ആക്ഷൻ മൂവി എന്നല്ല ഞാൻ പറയുന്നത്. സോ ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. മൂവി കണ്ടവർക്ക് ചിലപ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റയർലി ഓപ്പോസിറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം. സോ എന്തായാലും ഓൾറെഡി ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.